ഈ ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ ഓടിയെത്തുന്നത് ഏജന്റ് എക്സും ആറാട്ടണ്ണനും ഒക്കെ ആയിരിക്കും. അല്ല മമ്മൂക്കയുടെ ക്രിസ്റ്റഫറൊക്കെയാണ്. ലാസ്റ്റ് 2 സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബി ഉണ്ണികൃഷ്ണൻ രണ്ടെണ്ണവും ആറാട്ട് പ്രത്യേകിച്ച് നല്ല വാണ പടമാണ്. ക്രിസ്റ്റഫറും കണക്കാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ബി ഉണ്ണികൃഷ്ണൻ്റെ സിനിമ എനിക്ക് പേഴ്സണൽ കാര്യം ഞാൻ പറയാം, അത്യാവശ്യം നല്ല ഡയറക്ടറാണ്. ഇപ്പം മാടമ്പി ആയിക്കോട്ടെ, വില്ലൻ ആയിക്കോട്ടെ, അതേപോലെ പുള്ളിയുടെ ഗ്രാൻഡ് മാസ്റ്റർ ആയിക്കോട്ടെ, നല്ല ഞെരിപ്പ് പടങ്ങളാണ്. അപ്പോൾ നിവിൻ പോളിയുമായിട്ട് പ്രതിച്ഛായ എന്ന് പറയുന്ന ഒരു പുതിയ മൂവി, പടത്തിന് വലിയ ഹൈപ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഗോകുലേട്ടനാണ് പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലാലേട്ടനെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടൊരു ട്രെയിലർ ലോഞ്ച് അവരങ്ങ് സംഘടിപ്പിച്ചു. സ്വാഭാവികമായിട്ട് പടത്തിൻ്റെ ഹൈപ്പ് കുത്തനെ അങ്ങ് കൂടും. ലാലേട്ടൻ മീശയും പിരിച്ച് പണ്ട് കായംകുളം കൊച്ചുണ്ണിയുടെ സമയത്ത് നിവിൻ പോളിയും ലാലേട്ടനും ഒരുമിച്ച് വന്ന ആ സെയിം ഒരു റീക്രിയേഷൻ പോലെ ലാലേട്ടൻ ആയിക്കോട്ടെ ആ സെയിം ഷർട്ടൊക്കെ ധരിച്ചുകൊണ്ട് വീണ്ടും ട്രെയിലർ ലോഞ്ചിനൊക്കെ എത്തി. അത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലാണിപ്പോൾ. എന്തായാലും നമുക്ക് പ്രതിച്ഛായയുടെ ട്രെയിലർ ആണല്ലോ ഏറ്റവും മുഖ്യം. നമുക്കൊന്ന് ട്രെയിലറിലേക്ക് കിടക്കാം. ഗോകുലേട്ടൻ്റെ പടം. നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് എൻ്റെ വിജയകഥ കേൾക്കാനാണ്. നിവിൻ പോളിയുടെ ഈ ഇങ്ങനെയുള്ള പടത്തിലെ ഡയലോഗ് വിജയം ചിലപ്പോൾ നിങ്ങളുടെ ഡെസിഗ്നേഷൻ ടാഗോ പക്കാ പൊളിറ്റിക്കൽ പടമാണ് ഡിഫൈൻ ചെയ്യപ്പെടാം. പക്ഷേ അത് അങ്ങനെയാണോ? നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഒരു പരിപാടി പോലെ, ജനസമ്പർക്ക പരിപാടി പോലെ വിജയിച്ചവരിക്കുന്നുണ്ട്, അതോ പരാജയപ്പെട്ടവർ? ഇതിന് പോലും കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഈ വണ്ണം കുറച്ചാൽ ഇച്ചിലൂടെ രസമായിരിക്കും. ഒരിക്കലും വൈകായിക ഫീൽ ചെയ്യും നമുക്ക് ചില സമയത്ത്. ജാതി, മതം, നിർണായക ശക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ, അങ്ങനെ പലതിന്റെയും മുകളിലാണ് രാമലീല, ലൂസിഫർ ഫീലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. വിഗ്രഹങ്ങളെ സൃഷ്ടിക്കുന്നതും തകർക്കുന്നതും നിങ്ങളാണ്. ഞെരിപ്പ്. സായികുമാറിന്റെ ഡയലോഗിന് പിന്നെ ഒരു പവർ അങ്ങോട്ട് ഉണ്ട്. പിന്നെ ബാലേന്ദ്ര മേനോൻ. ഞാൻ ഇന്ന് വീഴുമെന്നാ പരക്കെ പറിച്ചിട്ട്. ബാലേന്ദ്ര മേനോൻ എന്തായാലും നൈസൊരു സംഭവം ആണ് കേട്ടോ. ഷറഫുണ്ട്, വഴി പേടിക്കണ്ടല്ലോ. ലോകം നമുക്ക് പുറത്ത്, ഹരിശ്രീ അശോകൻ അകത്താണ്. എന്നെ കോടതിയിൽ ഹാജരാക്കണം. എനിക്ക് 164 കൊടുക്കണം. അത്യാവശ്യം നല്ല ആക്ടേഴ്സ് കുറേ പേരുണ്ട്. കാണുമ്പോഴേ ട്രെയിലർ കാണുമ്പോഴാണെങ്കിൽ നമുക്കൊരു വിഷ്വൽ ക്വാളിറ്റി പക്കയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സാറിന് അവനെ പറ്റിയല്ല അറിയാം, എന്നെ പറ്റിയോ? നീ ഏജന്റ് എക്സ് ആണെന്ന് പറയാൻ പോവാണോ? എന്താ പറയരുത്. താനാരാ? ഞാൻ ഏജന്റ് എക്സ്. ഓ, അശോകനൊക്കെ. നിവിൻ പോളിയുടെ കുറച്ച് മാസ പരിപാടിയൊക്കെ പടത്തിൽ ഉണ്ടെന്ന് തോന്നുന്നു. ഷറഫ് ഇന്നത്തെ നമ്മുടെ മറ്റേ ബിസിനസ്മാനാണ്. പ്രതിച്ഛായകൾ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ കറക്റ്റ്. പ്രതിച്ഛായ ഞാൻ പറയും, സാർ കേൾക്കും. സംഭവം കൊള്ളാം കേട്ടോ. ഓവറോൾ കാണുമ്പോഴത്തേക്കും ഒരു എനിക്കിനകത്ത് വിഷ്വലി കാണുമ്പോഴത്തേക്കും നല്ലൊരു ഫീൽ ഉണ്ട്. ബി ഉണ്ണികൃഷ്ണൻ പേഴ്സണലി ഞാൻ പറയുമ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെട്ട ഡയറക്ടറാണ്. പക്ഷേ ലാസ്റ്റ് 1-2 പടങ്ങളാണ് പുള്ളി കൊണ്ട് നശിപ്പിച്ച് കൈ തന്നത്. ബട്ട് അത് നമ്മുടെ ഉദയകൃഷ്ണയാണ് ആ പടം എഴുതിയിരുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല, ബി ഉണ്ണികൃഷ്ണൻ തന്നെ എഴുതുന്ന പടം കൂടെയാണ്. ഇപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ, വില്ലൻ, അല്ലെങ്കിൽ പഴയ ടൈഗറൊക്കെ എഴുതിയ പുള്ളിയാണ്. അപ്പോൾ എഴുത്തിലും ബി ഉണ്ണികൃഷ്ണൻ പുള്ളിയാണ്. പക്ഷേ കുറച്ച് നാളെ എഴുതാതിരുന്നുകൊണ്ടുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എനിവേ നിവിൻ പോളിയുടെ ഡയലോഗ് ഡെലിവറിയിൽ എന്തൊക്കെയോ കുറച്ചുകൂടെ പവർ ആകാമെന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ബോഡി ലാംഗ്വേജ് ആണെങ്കിലും പുള്ളി കുറച്ചുകൂടെ ഒന്ന് സൈസ് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ, ഐ മീൻ ഈ വണ്ണം കുറച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ രസം ഉണ്ടാവും, ഒരു ഇമ്പാക്റ്റ് കിട്ടും നമുക്ക്. എനിവേ ഡയലോഗ് ഡെലിവറി മാറ്റി നിർത്തി കഴിഞ്ഞാൽ നിവിനും പക്കയായിട്ടാണ് തോന്നുന്നത്. ഓവറോൾ പടം പരിപാടി കൊള്ളാം. എനിക്ക് നൈസായിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഇനി ആരാണെന്നൊരു ഡയലോഗ് ഉണ്ട്, അത് ഏജന്റ് എക്സ് ആണെന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. പിന്നെ നമ്മൾ ജീവിച്ചു നിന്നിട്ട് കാര്യമില്ല പടം കാണാനായിട്ട്. എനിവേ സംഭവമൊക്കെ കൊള്ളാം, നൈസായിട്ടുണ്ട്. ഇത് ദിലീപേട്ടനെ വെച്ച് ചെയ്യാനിരുന്നിട്ട് പടമാണെന്നൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. കരക്കപ്പി കേട്ടതാണ്. ദിലീപിനെ വെച്ച് ചെയ്യാനിരുന്നിട്ട് പിന്നീട് നിവിൻ പോളിയിലേക്ക് വന്നതാണെന്ന് കേട്ടിട്ടുണ്ട്. എനിവേ ലാലേട്ടൻ്റെ ലൂസിഫർ പോലെ, അല്ലെങ്കിൽ ദിലീപേട്ടൻ്റെ രാമലീല പോലെ നമ്മുടെ അച്ചായൻ നിവിൻ പോളിക്ക് പ്രതിച്ഛായ ഒരു കിടുപ്പടവായിട്ട് വരട്ടെ. ട്രെയിലർ പ്രോമിസിങ് ആണ്, കുറച്ച് ക്വാളിറ്റി ഉണ്ട്. വിഷ്വലി ആണെങ്കിലും കൊള്ളാം, മേക്കിംഗ് വൈസ് ആണെങ്കിലും നൈസാണ്. പടത്തിലും ആ 2.5 മണിക്കൂർ നമ്മൾ പടം കാണുമ്പോൾ ഈ പടത്തിലും ഈ ഒരു പ്രത്യേകിച്ച് ഇപ്പോൾ ഇലക്ഷനൊക്കെ വരാൻ വേണ്ടി പോകുന്നതുകൊണ്ടേ ഒരു പൊളിറ്റിക്കൽ ഡ്രാമ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര റീച്ച് കിട്ടും പടത്തിന്.
അതുകൊണ്ട് എന്തായാലും പടം കിടുവാകട്ടെ, ബി ഉണ്ണികൃഷ്ണൻ്റെ കംബാക്ക് ആവട്ടെ. നിവിൻ പോളി ഓൾറെഡി തിരിച്ചു വന്നിരുന്നു സർവ്വമായയിലൂടെ, എന്നിട്ട് ബേബി ഗേളിലൂടെ തിരിച്ചു പോയി, ഒന്നുകൂടെ തിരിച്ചു വരട്ടെ. എല്ലാവരും പൊളിക്കട്ടെ, പടം ഞെരിപ്പാവട്ടെ.